എൻ്റെ കുഞ്ഞിന് പ്രാന്ത്. രക്ഷാബേബിക്ക് രാവിലെ തുടങ്ങുന്ന കുറുക്കാണ്. ആരും ഇതിലെ പോകാൻ പറ്റില്ല. ആള് പോണെന്നാണ് പ്രവര്. നമ്മളെ കുഞ്ഞി വെച്ച് ഇത് നമ്മൾ ചെടി വെക്കാൻ വേണ്ടി മേടിച്ച കമ്പി. അത് നമ്മൾ കെട്ടിട്ട് വെച്ചാട്ടോ. നമ്മൾ എക്കോറിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് ഇന്നലെ എക്കോറിയും ക്ലീനാക്കി. ഇതൊക്കെ പച്ച പിടിച്ച് കിടക്കുകയായിരുന്നു. കുറച്ച് മീനിക്കുട്ടികളുള്ളൂ. മീനിക്കുട്ടികൾ അങ്ങോട്ട് തല പൊന്തിച്ചാണ്. ഒരാളുണ്ട്, 2, 4, 5, 6 ആൾക്കാർ. ഒരു പച്ചക്കുട്ടി അടുത്ത്. ഈ മീനൊക്കെ വാങ്ങണം. ഇതൊക്കെ നമ്മളെ വലിയ എക്കോറിയത്തിലെ മീനുകളാണ് കേട്ടോ. നമ്മളെ എക്കോറിയം കാണുന്നത് ആകാശമാണ് കാണുന്നത്. സുന്ദരി മക്കളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ അതിൻ്റെ അടിയിൽ കരിങ്കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ എക്കോറിയത്തിൻ്റെ അടിയിലുള്ള അതൊക്കെ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് വെള്ളമെല്ലാം മാറ്റി മീനുകളെ ഇതിലിട്ടിക്കണം. ഇനി മീനുകൾ ചാവൂലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ അവർ പെറ്റ് പെരുകി സുന്ദരി മക്കളായിട്ട് കുറേ മീനുകളുണ്ടായിട്ട് എനിക്ക് ഒരു വരുമാനമാർഗമായി മാറ്റിത്തരണേ. എൻ്റെ കുഞ്ഞു കുട്ടികളെ ഇവിടെ 6 ആളാണുള്ളത്. 6 കുഞ്ഞുങ്ങളാണുള്ളത്. ആകാശമാണ് കാണുന്നത്, മീനുകളല്ല കാണുന്നത്. അപ്പം നമ്മൾ ഉണ്ണിയാട്ടം എടുത്തിട്ടാണ് പൂക്കൊട്ട ഞാൻ തേച്ച് കഴുകി പൂക്കളൊക്കെ കഴുകി നമ്മളെ കണിപ്പൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തൂക്കിയിട്ടുണ്ട്. ഒന്നും നമ്മൾ ഒഴിവാക്കൂല. നമ്മളെ പൂക്കൊട്ട നല്ല തൂങ്ങി നിൽക്കണ കാണാൻ ഭംഗിയുണ്ടോ? എനിക്കൊരോ കുഞ്ഞുമക്കളൊരു സ്വഭാവട്ടോ. ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. വയസ്സായി, വീടിനും വയസ്സായി, എനിക്കും വയസ്സായി നല്ല മാതിരി. ഇത് ഞാൻ ഈ സൈഡിൽ വെച്ചിട്ട് ഇത് പടർന്ന് കയറണം. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ കേട്ടോ. നമ്മൾ ഈ ചെടി ഇത് നന്നായി വലുതായി വരുന്നതാണ്. ചെറുതായിട്ട് നിർത്താം. അപ്പം ഞാൻ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് ആക്കിയതാണ്. പെൺകുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. എൻ്റെ ശിവാവിൻ്റെ അംഗം കൊയ്ത്ത് കഴിഞ്ഞു. ഡെക്സാ ബേബി ചെറുപ്പൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ഈര, മുടി ഈര, സ്റ്റാൻഡ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാം. ഓക്കെ. അയ്യോ, ഹലോ, ഗുഡ് മോർണിംഗ് പറയും. വാമ ഗുഡ് മോർണിംഗ് പറയും. ഹലോ, അമ്മയ്ക്കൊരു ഉമ്മ വരും. ഉണ്ണി, അമ്മയ്ക്കൊരു ഉമ്മ വരും. ഇത് മാത്രം ഒന്ന് അനുസരിച്ചുള്ളൂ എൻ്റെ കുട്ടി. അത് മാത്രം അറിയുള്ളൂ. വയ്യപ്പാടം അറിയുള്ളൂ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളെ നേട്ടനെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് മീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു നല്ലൊരു മീനുണ്ട്, അത് നാളെ വെക്കുള്ളൂ. നമ്മൾ ഉണ്ണേട്ടന് ഇന്ന് ശനിയാഴ്ച അല്ലേ, നമ്മൾ ഉണ്ണേട്ടന് കൂട്ടാൻ പറ്റില്ല. അപ്പം ഇന്ന് ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഫ്രൈ വെക്കും, പിന്നെ പച്ചക്കറി. അയ്യോ, അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എൻ്റെ കുഞ്ഞിതാ നിൽക്കുന്ന. സീവാ, അങ്ങോട്ട് വാ, അമ്മ ചോദിക്കട്ടെ. വാ, അമ്മൻ്റെ കുട്ടി വരി, അമ്മൻ്റെ ഉമ്മ വരി. മോനെ വാ, അമ്മക്ക് ഉമ്മണ്ട. അമ്മയ്ക്ക് ഒരു ഉമ്മ നാളെ ഡെക്സാ. ഇത് മാത്രം എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇഷ്ടപ്പെട്ട കാര്യമാണ്, അതാണ്ടാണ്. അല്ലാണ്ട് അനുസരിക്കൊന്നുമില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. മോൻ വരി, അമ്മക്കൊരു ഉമ്മ വരും, അമ്മക്കൊരു ഉമ്മ വരും. അയ്യോ, എൻ്റെ കുട്ടി ഉമ്മ ഇരുന്നൊക്കെ കുട്ടികളെ കുട്ടിക്ക് ഉമ്മയൊക്കെ അപ്പോഴേക്കും ഇവിടെയായിപ്പോയി ഉമ്മ. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ്. അമ്മൻ്റെ കുട്ടി ഒരു ഉമ്മ ഉണ്ടാ.
ഉമ്മണ്ട അയ്യോ എന്റെ കുട്ടി ഉമ്മ വരാൻ പെടുന്ന പാട് കണ്ടില്ല കുട്ടികളെ. നമ്മുടെ കുട്ടിയുടെ മുഖം കാണിച്ചു കൊടുക്കും. ഇതാണ് പാവം കുട്ടി. നമ്മളെ ഉണ്ണിയേട്ട ആരോഗ്യത്തിന് നന്നെന്നും പറഞ്ഞ സൈക്കിൾ വേണ്ട. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന മീനാട്ടോ. ഇത് എന്താ കടുകപ്പാരാന്ന് പറയും. അതാണ് സംഭവം. വാലുമലമുള്ളൊക്കെ ഉള്ള. എങ്ങനെയാണ് പിന്നെ നമുക്ക് ടൈഗർ ചെമ്മീൻ, പിന്നെ കുറച്ച് കൂന്തളും ഇതോ. അപ്പോൾ നമ്മളിത് നന്നാക്കിയതിൻ്റെ ശേഷം കുറച്ചൊന്നും എടുക്കുള്ളൂ, ബാക്കി നാളെ. നമ്മൾ ഉണ്ണിയേട്ടൻ്റെ പച്ചക്കറിയില്ലേ, നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. തലക്കൊഴിവാക്കി നമ്മൾ നന്നാക്കിയിട്ട് കുഴച്ച് വയ്ക്കും. ഓക്കേ. നമ്മൾ കൂന്തൽ നന്നാക്കി വെച്ച് ടൈഗർ ചെമ്മീൻ നമ്മൾ മീൻ ഇതിന്ന് നമ്മൾ പൊരിക്കും. ഇത് നാളത്തേക്ക്, നാളത്തേക്ക് അങ്ങനെ അതിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മളെ മീനൊന്ന് പൊരിക്കാം. നമുക്ക് മീനൊന്ന് പൊരിക്കാട്ടോ. നമ്മൾ പച്ചക്കറി വെച്ചു, പരിപ്പും മുരിങ്ങൻ്റെയും കറി വെച്ചു. മീൻ പൊരിക്കാൻ നിൽക്കുന്നത്, ഇനി പപ്പടം പൊരിക്കണം. അടക്കളയ്ക്കൊന്ന് വൃത്തിയാക്കാണ്ട്. ഇതാണ് നമ്മൾ പരിപ്പും മുരിങ്ങൻ്റെയും കറി കേട്ടോ. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. നമുക്ക് പൊരി നമ്മുടെ മീൻ മുളകൊക്കെ തേച്ച് വെച്ചിട്ട് എന്തായാലും ഒരു അരമണിക്കൂറിൽ മേലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് പൊരിച്ചെടുക്കുന്നതായിരിക്കും. നമ്മൾ നുള്ളു പെരിഞ്ചീരക, വലിയ ജീരക, അതൊന്ന് ഇട്ടേക്കാം കേട്ടോ. നമ്മൾ മീൻ്റെ മേലെ പറ്റി പിടിച്ചേക്കുമ്പോൾ സുഖം ഉണ്ടാവുമല്ലോ. ഞാനിത് മൊബൈലിൽ കൂടെ നോക്കിയിട്ട് ഇതിവിടെ മുട്ടി പോയി. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഒരു കഷ്ടം അല്ലേ, അതാണ് അതിൽ പിടിച്ചിട്ടുണ്ട്. ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്ന് നീക്കിടാം. ഇനി നമുക്കിതാ ഇവരെ വളരെ സൂപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടം മസാല തേച്ച് പിടിപ്പിച്ച് നമ്മൾ മീൻ അങ്ങനെ മുരുമുരി ആവുന്നുണ്ട്. ഈ പാത്രങ്ങളൊക്കെ തേക്കാനുണ്ട്. അതിൻ്റെ ഇതിലേക്ക് പോട്ടെ ഉള്ളിലേക്ക് അതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുത്തത്.
ചൂടിന് അങ്ങനെ പൊളിക്കാൻ Obviously, I can't speak highly enough of him. He's brilliant. Some owners sort of ride the wave with the emotions, but from what I've seen of him so far, he's invested and he wants us to do well. And the bottom line, of course, is winning. There's only one reason we're here, is to win the IPL. ഹായ്, നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. 8:45 സമയം. 8:45 വന്നുള്ളൂ അല്ലേ? 8:45 സമയം. ഇന്ന് നമ്മളെ ഉണ്ണിയേട്ട നമ്മൾ കഷ്ണം പിടിക്കുന്ന സ്ട്രേറ്റൻ ചെയ്യണം. അയ്യോ, ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണ്ടേ. വാ നമ്മുടെ കുഞ്ഞു, വാ അമ്മ എടുക്കാം. വാ വാ അമ്മ എടുക്കുക. ഹലോ ഹലോ ആയി പറയാം. കുട്ടിക്ക് വീഡിയോ ചെയ്യാന്ന് മനസ്സിലായപ്പോൾ കുട്ടി ഇങ്ങനെ വന്നിട്ട് വാ വാപ്പോ നിൻ്റെ അടുത്തേ വന്നിട്ടുണ്ട്. നിൻ്റെ അടുത്ത് പൊന്നാരും കിന്നാരും പറയാൻ വന്നിട്ട് ഞാൻ എടുത്ത് മടിയിലൊക്കെ വെച്ചാ. അപ്പം ചെക്ക വരുന്നില്ല. നമ്മളെ സ്റ്റാൻഡൊക്കെ പൊട്ടിത്തമർന്നു. അപ്പം നമ്മൾ വളവളാന്നുള്ള മാക്സിക്കിട്ട് അപ്പം ഈ സ്പ്രിങ് ഇങ്ങനെ തന്നെ വരും. നമ്മളൊന്ന് ഇങ്ങനെയാക്കാം. അപ്പം എന്തൊക്കെയാണെന്ന് വിശേഷം? നമ്മളെ ചന്ദ്രൊന്നും ഇന്ന് വന്നില്ല. അതുകൊണ്ട് ഈ നാടും വീടും ഒക്കെ ഉറങ്ങിപ്പോയി. അമ്മരി കുട്ടിയാ മരം ചാടി നടന്നൊരു കുരങ്ങൻ പറഞ്ഞില്ല, മനുഷ്യന്റെ കുപ്പായം വിട്ട് നടന്ന മാതിരി എൻ്റെ ചന്ദ്ര ഒരു മരം ചാടിക്കുരങ്ങനാണ്. ഇന്നലെ പുരുത്തക്കേട് ലീനമ്മളെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ശിവന്താട്ടിൻ്റെ വീട്ടിലേക്ക് ചാടുക അങ്ങനെയൊക്കെ ചെയ്തത്രേ. വീണ് പോയാൽ എല്ലാം ഉണ്ടാവോ? അപ്പോൾ ചീത്ത പറഞ്ഞ് ഏടത്തിമ്മ ഇനി ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കരുതെന്ന് മോളെടുത്ത് പറഞ്ഞ അത്ര. ഞാൻ പറയടി എന്തിനാടി അങ്ങനെ പറഞ്ഞതോ അല്ലേക്ക് എന്താ പറയുക. അപ്പം മേമേ വീണ എല്ലാം ഒടിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. എവിടെയായാലും കയറും. ഇനിയിപ്പോൾ എവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവൻ കയറും. കണ്ണിൻ്റെ മുന്നിലാകുമ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞ് ഇറക്കും. ഇത് നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ കുട്ടികളെ വിശേഷം? നല്ല ഇടി മഴയൊക്കെ മിന്നലൊക്കെ വരും. മിന്നലുണ്ട്, ഇടിയൊന്നും മെല്ലെ മുഴുന്നുണ്ട്. ചെറുങ്ങനെ ഒരു ഇച്ചിരി മഴച്ചാറ്റലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സംഭവങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് വീട്ടിലെത്തി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കോങ്കണ്ണ് വരുമോ സംസാരിക്കും. അപ്പം നമ്മളെ കൊള്ളൂല അങ്ങനെ വെച്ചാൽ. അതുകൊണ്ടാട്ടോ നമ്മൾ പിന്നെ എത്ര പ്രായമായാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞില്ലേ, തൊട്ടാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉഷ്ണകാലം കഴിഞ്ഞ് മഴക്കാലമാണ്. ഒരു 2 മാക്സിയൊക്കെ വാങ്ങണമെന്നുണ്ട്. മാക്സി ഇല്ല ഇപ്പം, ചുരിദാർ തന്നെ ഉണ്ട് ഞാൻ വീട്ടിൽ. അത് കാരണം മാക്സി കുറവാണ്. അപ്പോൾ മാക്സി ഇട്ടപ്പോൾ നല്ല സുഖമുണ്ട്. എന്താ നമുക്കധികം തിരുമ്പാനൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? ഫുഡൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ടോ? നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ഫ്രണ്ട് ഇന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് കുറച്ച് ടൈഗർ ചെമ്മീനും കുറച്ച് കൂന്തലും പിന്നെ ഒരു എന്താണ് കണ്ണമ്പാരാന്നോ എന്തോ, കണ്ടമ്പാരല്ല കേട്ടോ, എന്തോ ഒരു അങ്ങനെ ഒരു മീൻ, അത് നമ്മൾ ഒറ്റയ്ക്ക് പൊരിച്ചിട്ട് യൂട്യൂബിൽ വൈറലാവാൻ വേണ്ടിയിട്ട്. അയ്യോ, വൈറലായില്ല എന്നുള്ളതാണ് സംഭവം. എന്തായാലും ഞാൻ ഈ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. എൻ്റെ മോൻ ചോദിച്ചാൽ അമ്മ കുഞ്ഞായിട്ട് പൊരിച്ചാൽ പോരെ, ഇത് എന്തിനാ അങ്ങനെ പൊരിച്ചു? ഒന്നിച്ച് പൊരിച്ചവൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇന്ന് ഞങ്ങളൊക്കെ എടുത്ത് കഴിച്ചവൻ അങ്ങനെ ഒന്നായിട്ട് കാണുമ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ അവൻ കുറച്ചൊക്കെ കഴിച്ചവൻ ഇച്ചിട്ട് പോയി. ഞാൻ അമ്മയൊക്കെ കഴിച്ച് ഇന്ന് ഉണ്ണിയേട്ടനെ നോലുമ്പാണ്, ശനിയാഴ്ചയാണ്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടാ നെറ്റ് തീർന്നു ഉണ്ണിയേട്ടൻ്റെ ഒരു 39 അങ്ങോട്ട് ചെയ്താൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല. ഞാൻ നെറ്റ് വീഡിയോ വേണോ വേണ്ടേ വെച്ചിട്ട് ഈ നെറ്റ് വിട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് ഇടും. അപ്പോഴേക്ക് ഇൻ്റെ നെറ്റ് നേരെ മണിക്കൂർത്തിട്ട് തീർന്നു. രാത്രിയല്ലേ ഞാനിവിടെ പൊലച്ചക്കയുടെ അപ്പം തന്നെ തീരും. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ഉജാല വേണം, പിന്നെ മുട്ട വേണം, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. മുട്ട വേണം, പിന്നെ ഞാൻ വെറുതെ പറഞ്ഞു പഞ്ചസാര ഇവിടെ ഉണ്ട്, പഞ്ചസാര വേണം. എന്നാൽ പറയാം ബേബി ഈ കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ പറയാണ്ടാവും. ഞാൻ കട്ടാക്കി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങൂലത്, നമ്മളിങ്ങനെ ഉണ്ണിയായിട്ട് അങ്ങനെ ഓരോ കിലോന്ന് വെച്ചാൽ കൊണ്ടുവരിക ചെയ്യാം അങ്ങനെ. അപ്പോഴും ഞാൻ ഇവിടെ 1 കിലോ 1.5 കിലോ പഞ്ചസാര ബാലൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാം പഞ്ചസാരക്ക് അങ്ങനെ മാറ്റി വെച്ച് പറയാൻ കാര്യമില്ലൊക്കെ തീരുന്നതിൻ്റെ മുന്നേ വെൻഡിങ് വെച്ച് കൂടെ അവർ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അങ്ങനെയാണോ? അയ്യോ എന്തൊരു ചൂട്! ഞാൻ ഫാനിട്ടില്ല സംസാരിക്കുമ്പോൾ. നമ്മളെ പിന്നെ സ്റ്റാൻഡ് ഒടിഞ്ഞ് വീണിട്ടൊന്ന് ഡെക്സൻ ഒരു അടി അടിച്ചതാണ്. ഞാൻ ഡെക്സൻ അടിച്ചതല്ല കേട്ടോ, ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ മേമ പോയതിന് അക്രമം കളിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെയൊക്കെയത് വെറുതെ ഏതൊന്നൊരു പാതാന്ന് അറിഞ്ഞിട്ട് അത് തിക്കിങ്ങോട്ട് പൊട്ടിപ്പോയി. ഡെക്സൊക്കെ അടി കിട്ടിയില്ല, ആ നിലത്തിനായിപ്പോയി ഇത് തട്ടിയത്. അപ്പോൾ അത് പൊട്ടിപ്പോയി. ഇതല്ലെങ്കിൽ ചെരിഞ്ഞും വളഞ്ഞും കളിക്കണ്ട.
അപ്പോൾ നമുക്കൊന്നൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്താലോ? എനിക്ക് ഓർഡർ ചെയ്യാൻ അറിയൂല. പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, സന്തോഷങ്ങൾ മാത്രം ആലോചിക്കുക, ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി സങ്കടപ്പെടുത്തുന്നതൊന്നും ആലോചിക്കരുത്, ആലോചിക്കേ വേണ്ട, ആലോചിച്ച് പുണ്ണാക്കണ്ട. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇനി ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമ്മളേതായ കാര്യങ്ങൾ മാത്രം, ഹാപ്പിനെസ്, സന്തോഷങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ എന്നാലും സംസാരിക്കുന്നത്. ഇനി എന്നും എൻ്റെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചോളി. കാരണം വെച്ചാൽ സത്യം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാനിടും, നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയോടാണ്. അപ്പം നിങ്ങളൊക്കെ കാണണം. മട്ട് പിടിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക, എന്നാലും കാണുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ ഫോണിന് ഒരു സ്റ്റെക്ക് വരുന്നുണ്ട്. മോള് പോണതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഫോണ് കിട്ടി. അതിനിപ്പോൾ മോള് പോയാലും പോയില്ലെങ്കിൽ എൻ്റെ ഫോണ് വടക്കായി പോയി മോളെ തന്നെ എനിക്കൊരു ഫോണൊക്കെ മേടിച്ച് തരുമെന്ന്. നമ്മളെ ഉണ്ണിയേട്ടല്ലേ, ഉണ്ണിയേട്ടണ്ടായിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചേ. ഇനി എന്താ, എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്ക് മേടിച്ച് തരും. അതാണ് നമ്മളെ ഉണ്ണിയേട്ടൻ. എന്നാലും ചീത്ത അറിയുന്നുള്ളൂ. ഇപ്പോൾ ചീത്തന്നെ പറയില്ല കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ഒന്നും പോകുമ്പോൾ ചീത്ത അറിയില്ല, നല്ല കുട്ടിയുണ്ട് ഉണ്ണിയേട്ടൻ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, 8:45 ടാറ്റാ, ലവ് യു ഉമ്മ. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ലെറ്ററൊക്കെ ചുരുക്കുന്ന മാതിരിയാണ് ഞാൻ പറയുന്നത്. ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ പിന്നെ ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.